എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ്? എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ക്രൈറ്റീരിയാസ്? ആർക്കൊക്കെ ഇതുവഴി ജർമ്മനിയിൽ എത്തിച്ചേരാൻ സാധിക്കും? ജർമ്മനിയിൽ എത്തിയാൽ ഓപ്പർച്യൂണിറ്റി കാർഡിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഗൈസ്, my name is Elsit. You're watching my official YouTube channel and welcome to my new video of Real Talks Germany. എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ്? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള നോൺ യൂറോപ്യൻ കൺട്രിയിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ സെയിം പ്രൊഫഷനിലുള്ള സ്കിൽഡ് ജോബ് ജർമ്മനിയിൽ വന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പാത്ത് വേ അല്ലെങ്കിൽ ഒരു വിസ മാത്രമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. അതുപോലെ ഏതൊക്കെ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജർമ്മനിയിൽ എത്താൻ സാധിക്കും? അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിന് നമ്മൾ ക്രൈറ്റീരിയാസ് ഡിവൈഡ് ചെയ്യുന്നത് 2 ഭാഗമായിട്ടാണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള പാത്ത് വേ ആണ്. രണ്ടാമത്തേത് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. ആദ്യം നമുക്ക് ഈസി ആയിട്ടുള്ള പാത്ത് വേ നോക്കാം. ആദ്യമായി നിങ്ങൾക്ക് ഏതെങ്കിലും ഫോറിൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വിവാലൻ്റ് ആയിട്ടുള്ള വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ മൂന്നാമത്തേത് ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ജർമ്മൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. നാലാമതായി വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കാനുള്ള മണി നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മന്ത്ലി 1100 യൂറോ, അതായത് നാട്ടിലെ 1,00,000 രൂപ വീതം മന്ത്ലി 12 മാസത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഈ 4 ക്രൈറ്റീരിയാസ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്രൈറ്റീരിയാസും നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ഏജ്, നിങ്ങൾ ഇതിനു മുൻപ് വർക്ക് ചെയ്ത സ്ഥലം, ഇവയെല്ലാം അടിസ്ഥാനമാക്കി ഇതൊരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് പോകും. മിനിമം 6 പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നതാണ്. ആർക്കൊക്കെ ഇതുവഴി ജർമ്മനിയിൽ എത്തിച്ചേരാൻ സാധിക്കും? ഞാൻ മുകളിൽ പറഞ്ഞ ഈ 4 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിന് അണ്ടർ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 പോയിന്റിൽ കൂടുതൽ അല്ലെങ്കിൽ 6 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാം. അതുപോലെ ജർമ്മനിയിൽ എത്തിച്ചേരാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിയിൽ എത്തിയതിനു ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടുമ്പോൾ തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വീക്കിൽ മാക്സിമം 20 മണിക്കൂർ വരെ നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ 20 മണിക്കൂർ ചെയ്യാനുള്ള ഒരു ജോബ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റുകൾ റെക്കഗ്നൈസ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിച്ച എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്, മാർക്ക് ഷീറ്റ്, SSLC, +2 ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നമ്മുടെ ജോബ് സെൻറ്ററിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഓൾറെഡി ഇംഗ്ലീഷിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വരുന്നത്. അത് ഒന്നെങ്കിൽ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടോ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ജോബ് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ജോബ് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത് ഏകദേശം 3 മാസത്തോളം കഴിയുമ്പോഴോ, അതായത് 3 മാസമാണ് ഇതിന് കാലാവധി പറയുന്നത്.
ഈ പരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ ലെറ്റർ അല്ലെങ്കിൽ ബെഷേഡ് എന്ന് പറയും നിങ്ങൾക്ക് ജോബ് സെൻറ്ററിൽ നിന്ന് വരും. ആ ബെഷേഡിലനുസരിച്ച് 3 ചാൻസസ് ആണുള്ളത്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോൺ അക്സെപ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സെമി അക്സെപ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ അക്സെപ്റ്റൻസ് ആയിരിക്കും. ഫുൾ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എക്സ്ട്രാ കോഴ്സ് ഒന്നും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജർമ്മനിയിൽ നിന്നുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. രണ്ടാമത്തേത് സെമി അക്സെപ്റ്റൻസ് ആണ്. സെമി അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിച്ച ആ ഒരു അവേഴ്സ് മണിക്കൂറുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജർമ്മൻ പ്രൊഫഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിവാലൻ്റ് അല്ല, കുറച്ച് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മളിവിടെ ചെറിയൊരു അഡാപ്റ്റേഷൻ കോഴ്സ് പോലെ ചെയ്യേണ്ടി വരും. അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ജോബ് സെൻറ്റർ നിങ്ങൾക്ക് അഡ്വൈസ് തരികയും അവർ നിങ്ങളെ അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നോൺ അക്സെപ്റ്റൻസ് ആണ്. നോൺ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചെയ്ത ആ കോഴ്സ് ഇവിടുത്തെ ജർമ്മൻ പ്രൊഫഷണൽ കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു രീതിയിലും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, അവേഴ്സ് ഒരു രീതിയിലും ഇക്വിവാലൻ്റ് ആകുന്നില്ല എങ്കിൽ നമ്മൾ നോൺ അക്സെപ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു കോഴ്സ് അല്ലെങ്കിൽ പുതിയൊരു ഹൗസ് ബിൽഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നോർമലി നോൺ അക്സെപ്റ്റൻസ് റെയർ ആണ്, എങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ജർമ്മനിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഫഷനാണോ പഠിച്ചത് അവിടെ നിങ്ങൾക്കൊരു ഫുൾ ടൈം സ്കിൽഡ് ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലായ്പ്പോഴും എല്ലാ കമ്പനികളിലും എല്ലാ ഏരിയാസിലും എല്ലാ പ്രൊഫഷനിലും തന്നെ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. എന്നിരുന്നാൽ പോലും ചുരുക്കം ചില യൂണിവേഴ്സിറ്റികൾ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലെങ്കിലും ഇംഗ്ലീഷും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് കോമൺലി ഉള്ള കാര്യമാണ്. അപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിയുന്നതിലും വേഗത്തിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആ ഒരു കാലയളവിലോ അല്ലെങ്കിൽ നാട്ടിൽ വെച്ചോ പഠിച്ച് അത്യാവശ്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കുന്നത് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നായിരിക്കും. ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അക്സെപ്റ്റൻസ്, അതുപോലെ റെക്കഗ്നേഷൻ, ലാംഗ്വേജ്, ഈ 3 കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും നമുക്കിവിടെ കിട്ടുന്നത് 20 മണിക്കൂറുള്ള ഈ ജോബ് മാത്രമായിരിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ 12 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. കാരണം ഒരിക്കലും ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ കാലാവധി 1 വർഷമാണ്. അതിൽ നിന്ന് മുൻപോട്ട് നീട്ടണമെങ്കിൽ നിങ്ങൾക്ക് സ്കിൽഡ് ജോബ് കോൺട്രാക്ട്, ഫുൾ ടൈം സ്കിൽഡ് ജോബ് കോൺട്രാക്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നിങ്ങൾ വന്നാൽ തന്നെ ഈ 20 മണിക്കൂർ നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്വാഭാവികമായും ഒരു അൺസ്കിൽഡ് ജോബ് ആയിരിക്കും. അത് കൂടുതലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആമസോൺ, DHL അതുപോലുള്ള ഇൻ്റർനാഷണൽ കമ്പനീസ് മാത്രമാണ്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരു സ്കിൽഡ് ജോബ് കോൺട്രാക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്ത് ലാംഗ്വേജും ഓക്കെ ആയി നിങ്ങൾക്കൊരു സ്കിൽഡ് ജോബ് കോൺട്രാക്ട്, ഫുൾ ടൈം ജോബ് കോൺട്രാക്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഓപ്പർച്യൂണിറ്റി കാർഡിന് ശേഷം കിട്ടുന്ന വിസ നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് ആയിരിക്കും. അതായത് ഫുൾ ടൈം നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള വിസ കിട്ടും. ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ഒരിക്കലും നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ജോബ് കോൺട്രാക്റ്റ്, ഫുൾ ടൈം ജോബ് കോൺട്രാക്റ്റ് കിട്ടിയാൽ നിങ്ങളുടെ വിസ റെസിഡൻസ് പെർമിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഫുൾ ടൈം ജോബ് കോൺട്രാക്റ്റിൽ ഫുൾ ടൈം ആയിട്ട് ജോബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ഫാമിലി യൂണിഫിക്കേഷൻ, പെർമനന്റ് റെസിഡൻസി അങ്ങനെയുള്ള ക്രൈറ്റീരിയാസിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ള 2 കാര്യങ്ങൾ. ജർമ്മനിയിൽ ഏതെങ്കിലും രീതിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡിലെത്തിയാൽ ആദ്യം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം റെക്കഗ്നൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുക. ഒരു B2 B1 ലെവൽ എത്തിയില്ലെങ്കിൽ പോലും അത്യാവശ്യം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുക. എല്ലാ ഏജൻസികളും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇംഗ്ലീഷ് മതി എന്ന ഒരു ക്രൈറ്റീരിയയിലാണ് ഇവിടെ എത്തിക്കുന്നത്. പക്ഷേ
ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ വന്നാൽ പോലും നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത്രയും ഉള്ളൂ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി ഒരു ഉള്ളടക്കം. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ, ഞാൻ പറഞ്ഞതിലും കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിലോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിലോ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.